ഹലോ, എന്തുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ കുറേ ദിവസമായില്ലേ റെസിപ്പി വീഡിയോ ഇട്ടിട്ട് വെറും വ്ലോഗ് മാത്രമായി പോകുന്നത്. അപ്പോൾ ഒരു റെസിപ്പി വീഡിയോ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതേപോലത്തെ ബേബി പൊട്ടാറ്റോസ് ഇല്ലേ, അപ്പോൾ അതിനെ കൊണ്ടാണ് ഇന്നത്തെ റെസിപ്പി കാണിക്കുന്നത്. അപ്പോൾ ഇതാ മാർക്കറ്റിൽ നല്ല അടിപൊളി ബേബി പൊട്ടാറ്റോ വാങ്ങിച്ചിട്ടുണ്ടായിന്. ഇത് നോർമൽ പൊട്ടാറ്റോ വെച്ചിട്ടും ആക്കാൻ പറ്റും. ഞാൻ ഇത് കിട്ടിയതുകൊണ്ട് ഇതിനെ കൊണ്ടാക്കിയേ ഉള്ളൂ. അപ്പം നോർമൽ പൊട്ടാറ്റോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ആക്കിയെടുക്കാം ഇതേ രീതിയിൽ തന്നെ. ആദ്യം നല്ല വാഷ് ചെയ്ത് നല്ലോണം പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കടായിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ ഈ പൊട്ടാറ്റോസ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. അടച്ച് വെച്ചിട്ട് ഒന്ന് നല്ലോണം കുക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ അതൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു രണ്ട് വലിയ സവാള പൊടിയായിരുന്നതും ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും അതുപോലെ തന്നെ നമ്മൾ നോർമലായിട്ടുള്ള മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലിയും എരിവുള്ള മുളക് പൊടി ആഡ് ചെയ്യാം. പിന്നെ ഇതാ ഒരു 2 തക്കാളി തന്നെ ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് ഒന്ന് അതിലിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് സോട്ടേ ചെയ്തെടുക്കണം. അതിൻ്റെ പച്ചമണെല്ലാം ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഈ ബോയിൽ ചെയ്ത് വെച്ച പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലായിട്ട് ഇടുന്നത് ഗരം മസാലയാണ്. നമ്മൾ ഹോം മെയ്ഡായിട്ടുള്ള ഗരം മസാല ചെയ്താൽ ഇനിയും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലോണം എല്ലാം ഒന്ന് മിക്സായി വരട്ടെ. അപ്പോൾ അതുവരെ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഫൈനലായിട്ട് ഇതാ മല്ലിയിലിട്ട് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ചപ്പാത്തീൻ്റെ കൂടെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ചോറിൻ്റെ കൂടെ ചോറും പരിപ്പ് കറിയെല്ലാം ഉണ്ടാകുന്ന സമയത്തും ഇത് ഉണ്ടാക്കിയെടുക്കുക. അപ്പം നല്ല ടേസ്റ്റാണ്. എന്തായാലും ട്രൈ